ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കാറുണ്ട് അല്ലെ? വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ സാധാരണ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം. നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വാട്സപ്പിൽ ഈ അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പ്ലേ സ്റ്റോറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ആ സെർച്ചിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ അപ്ഡേഷൻ എന്ന് കാണിക്കും, ഇല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ആയിരിക്കും ഉണ്ടാവുക. നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു അപ്ഡേറ്റ് വളരെ ചെറിയൊരു അപ്ഡേറ്റ് ആണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഫ്രണ്ട്സിന്റെ ഒക്കെ സ്റ്റാറ്റസുകൾ നമുക്ക് ഇവിടെ കാണാറുണ്ട് അല്ലെ? ജസ്റ്റ് അവരുടെ പേര് മാത്രമേ നമുക്ക് കാണുള്ളൂ. പക്ഷേ ഇപ്പോൾ പുതിയ വന്നതിൽ പുതിയൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ 3 ഡോട്ട്സിൽ പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സിൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ നമ്മുടെ പേര് ഇവിടെ കാണാം. തൊട്ടടുത്ത് നമുക്ക് നമ്മുടെ DP വെക്കാൻ പറ്റും അല്ലേ? അതിന്റെ തൊട്ട് ഇവിടെ ആയിട്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു പ്ലസ് മാർക്ക് കാണിക്കുന്നുണ്ട്. അതിന്റെ അടുത്ത് ഒരു QR ഓപ്ഷനും കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് തൊട്ടടുത്ത് ഇവിടെ കാണിക്കുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ എബൌട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ എന്ത് മൂഡിലാണ് ഇരിക്കുന്നത്, നമ്മൾ നല്ല എക്സൈറ്റിംഗ് മൂഡിലാണോ, അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആണോ, അല്ലെങ്കിൽ നമ്മൾ സാഡ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് വളരെ ചുരുങ്ങിയ ലെറ്റേഴ്സിൽ വേർഡ്സിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ നമുക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെ കാണണം എന്നുള്ളത് കൂടെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. നോബഡിയാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എവരിവൺ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് കുറച്ച് ആളുകൾ മാത്രം കണ്ടാൽ മതിയെങ്കിൽ ആ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. കഴിഞ്ഞിട്ടില്ല, സെറ്റിംഗ്സ് ഞാൻ താഴേക്ക് കാണിച്ചു തരാം. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല, ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു 3-4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാനൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് ഫ്രീ ടു ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഫ്രീ ആണ്, ചാറ്റ് ചെയ്യാനുള്ള മൂഡിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ മൂഡ് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. ഈ പറഞ്ഞിരിക്കുന്നത് ഫ്രീ ടു ചാറ്റ് എന്ന് പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. അപ്പൊ അത് ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങളുടെ പേരിന്റെ തൊട്ട താഴെയായിട്ട് ഫ്രീ ടു ചാറ്റ് എന്ന് പറയുന്ന കാര്യം വന്ന് നോക്കും. അപ്പൊ നിങ്ങളുടെ മൂഡ് മനസ്സിലാവും. പിന്നെ അതിന്റെ തൊട്ട താഴെയായിട്ട് ഡ്യൂറേഷൻ, എത്ര ടൈമിനാണ് അത് നിൽക്കേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നത്. നമുക്ക് 1 hour കൊടുക്കാം, 2 hour കൊടുക്കാം, ഒരാഴ്ച വരെ നമുക്ക് ഇത് നിൽക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ സെറ്റ് ചെയ്യാനും പറ്റും. ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊക്കെ സാധാരണ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ളതാണ്. നമ്മുടെ മൂഡ് എന്താണെന്നുള്ളത്, നമ്മൾ എവിടെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ അറിയിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. ഇതേപോലെ ടൈം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പൊ നമ്മൾ വളരെ മൂഡ് ഔട്ടിലാണ്, ഇപ്പൊ ചാറ്റ് ഒന്നും നമുക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്.